ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട എന്തൊക്കെ വാർത്തകൾ രാജ്യ തലസ്ഥാനത്ത് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് രാജ്യതലസ്ഥാനത്ത് നിന്നും വരാനിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ്. രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്നതാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വർ ആണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 1-നാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുക. ഈ ബജറ്റിന്റെ വ്യക്തമായ കണക്കുകൾ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഉണ്ടാകും. ഇത്തവണ ഞായറാഴ്ചയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. ഏറ്റവും സുപ്രധാനം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ 5 സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന ആണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കേരളം ദീർഘകാലമായി ഉന്നയിച്ച പല ആവശ്യങ്ങളുണ്ട്. എയിംസും ശബരിമല റെയിൽ പാത അടക്കമുള്ളവ ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് നൽകേണ്ട 17,000 കോടിയോളം തുക പ്രത്യേക ഗ്രാന്റായി അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ എന്ത് നിലപാട് ഈ ഒരു ബജറ്റിൽ എടുക്കും എന്നുള്ളത് നിർണായകമാണ്. ഇതോടൊപ്പം സുപ്രീം കോടതിയിൽ നിന്നും അഴീക്കോട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട KM ഷാജിയുടെ അയോഗ്യതാ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇതും സുപ്രധാനമായി കേരളം ഉറ്റുനോക്കുന്ന ഒരു വാർത്തയാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.